നമ്മൾ കോൺക്രീറ്റിൽ പൈപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സ്റ്റീലിൻ്റെ മുകളിലൂടെ ഇടാം. ഇവിടെ ക്രാങ്ക് വരുന്ന ഭാഗമുണ്ട്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്രാങ്കിൻ്റെ ഉള്ളിലൂടെ ഇടാം. എങ്ങനെ ഞാൻ കാണിച്ചു തരാം. അതുപോലെ ക്രാങ്ക് കഴിഞ്ഞ് വരുന്ന ഭാഗത്താണെങ്കിൽ ഇതിന് മുകളിലൂടെ ഇടാം. ഇത് കണ്ടോ, ക്രാങ്ക് പറഞ്ഞാൽ 2 ലെയർ ഉണ്ടാവും. ആ 2 ലെയറിൻ്റെ ഉള്ളിൽ കൂടെ വരിക, എന്നിട്ട് ജംഗ്ഷൻസ് വരുന്ന ഭാഗം ഓഫ്സെറ്റ് ചെയ്ത് അടിയിലോട്ട് ഇറക്കും. ഓക്കെ, അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എപ്പോഴും പൈപ്പ് എടുക്കുമ്പോൾ ISA പൈപ്പും അത് MMS പൈപ്പ് എടുക്കാൻ ശ്രദ്ധിക്കാം. 20 mm ആയാലും 25 ആയാലും. അതുപോലെ തന്നെ ഓരോ മീറ്ററിലും നമ്മൾ കെട്ടി വെക്കുമ്പോൾ, കാരണം ഇതിന് മുകളിലൂടെ അടിക്കുമ്പോൾ നമുക്ക് വെച്ചാൽ കോൺക്രീറ്റിൻ്റെ ഉള്ളിൽ വെള്ളം വരുമ്പോൾ അത് മുകളിലോട്ട് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടെന്ന് വെച്ചാൽ എപ്പോഴും ഓരോ 3/4 മീറ്ററിലും കെട്ടി വയ്ക്കുക. അതുപോലെ തന്നെ കവറിംഗ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഇത് അതാത് സ്ഥലങ്ങളിൽ പ്രൊവൈഡ് ചെയ്യുക. അത് പ്രത്യേകിച്ച് ജംഗ്ഷൻ്റെ ചുറ്റുവരും, കാരണം ജംഗ്ഷൻ്റെ ഭാഗമായിരിക്കും എപ്പോഴും അടിയിലോട്ട് വരുന്ന ഭാഗം. അപ്പോൾ എന്താണ് അടിയിൽ കൂടെ ഇട്ടുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് 20 mm ആണ് കവറിംഗ് ബ്ലോക്ക് വെക്കുന്നത്. അപ്പോൾ ഈ 20 mm എന്ന് പറഞ്ഞാൽ പൈപ്പിൻ്റെതും 20 mm വരിക. അപ്പോൾ ഇതിൽ പിന്നെ കോൺക്രീറ്റ് ഇറങ്ങാനോ ഇതിനുള്ളത് സ്ഥലം ഉണ്ടാവില്ല. ഭാവിയിൽ ഇതിൽ ക്രാക്ക് വരാനും പൈപ്പിൻ്റെ നേരെ ക്രാക്ക് വരാനോ സാധ്യതയുണ്ട്. നേരെ മറിച്ച് നമ്മൾ ഇതിന് മുകളിലൂടെ ഇടുകയാണെങ്കിൽ ഒരു 4 ഇഞ്ച് നോർമൽ കോൺക്രീറ്റ് വരുന്നത് 4 ഇഞ്ചാണ്. ആ നോർമൽ കോൺക്രീറ്റിൻ്റെ ഏകദേശം സെൻറ്ററിലൂടെ നമുക്ക് പൈപ്പ് കൊണ്ടുപോകാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും പറഞ്ഞത് സ്റ്റീലിൻ്റെ മുകളിലൂടെ ഇടാം.